നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെസ്റ്റോറന്റ് ബിസിനസിന്റെ വിജയത്തിന്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. നമ്മുടെ ലോയൽ കസ്റ്റമേഴ്സിനെ ഒക്കെ നമ്മൾ നമ്മുടെ ബിസിനസ്സുമായിട്ട് അടുപ്പിച്ച് നിർത്തുന്നത് നമ്മുടെ കൺസിസ്റ്റൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. എന്താണ് കൺസിസ്റ്റൻസി? നമ്മൾ കൊടുക്കുന്ന രുചികൾ, ടേസ്റ്റുകൾ ഒരേ രൂപത്തിൽ നിലനിർത്തുന്നതിനെ നമ്മൾ കൺസിസ്റ്റൻസി എന്ന് പറയും, അല്ലേ? നമ്മൾ കൊടുക്കുന്ന സർവീസുകൾ, ആളുകൾക്ക് കൊടുക്കുന്ന സർവീസുകൾ ഒരേ രൂപത്തിൽ അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഒരു പടി മുന്നിലായിട്ട് ഒരേ രൂപത്തിൽ നിലനിർത്തിക്കൊണ്ട് നമ്മൾ കൊടുക്കുന്ന രീതികളെ നമ്മൾ കൺസിസ്റ്റൻസി എന്ന് പറയും. അതേപോലെ നമ്മുടെ റെസ്റ്റോറൻറ്റിലെ ആംബിയൻസുകൾ, അത് നമ്മൾ അതിനു വേണ്ടിയിട്ടും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ രൂപത്തിൽ നമ്മുടെ ബിസിനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും ഒരേ രൂപത്തിലുള്ള അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള രീതികൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ എപ്പോഴും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഇത് നമുക്ക് പല സമയങ്ങളിലും കഴിയാറില്ല. ഒന്നുകിൽ നമ്മുടെ ജീവനക്കാർക്ക് നമ്മൾ കൃത്യമായിട്ടുള്ള പരിശീലനം കൊടുക്കില്ല ഇതിനു വേണ്ടിയിട്ട്, കൺസിസ്റ്റൻസി എങ്ങനെ കീപ്പ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച്. കാരണം പല ജീവനക്കാരും പല സാഹചര്യങ്ങളിൽ നിന്നായിരിക്കും നമ്മുടെ ബിസിനസ്സിലേക്ക് ഓരോ ദിവസവും കടന്നു വരുന്നത്. അവർക്ക് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പോയി തിരിച്ചു വരുന്ന സമയത്തേക്ക് അവർ പല രൂപത്തിലുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടാവും. പല പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും അവരുടെ മാനസികാവസ്ഥകളൊക്കെ കടന്നു പോകുന്നുണ്ടാവും. അപ്പൊ ഇവരുടെ മൈൻഡ് സെറ്റ് കംപ്ലീറ്റ് നെഗറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ കൊടുക്കേണ്ട സർവീസുകളെ കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടി പല ജീവനക്കാർക്കും കഴിയാതെ വരില്ലേ? അത് പ്രൊഡക്ഷനിലും ഉണ്ടാവും, സർവീസിലും ഉണ്ടാവും ഈ ഒരു പ്രശ്നം. ഇങ്ങനെ വരുമ്പോൾ കസ്റ്റമർക്ക് കിട്ടേണ്ട കൃത്യമായിട്ടുള്ള സർവീസ് കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ റെഗുലർ ബേസിൽ നമ്മളുടെ കസ്റ്റമർക്ക് കൊടുത്തുകൊണ്ടിരുന്ന സർവീസുകൾ കിട്ടാതെ വരുമ്പോൾ കസ്റ്റമർ അൺസാറ്റിസ്ഫൈഡ് ആവും. അവിടെ കൺസിസ്റ്റൻസി നഷ്ടപ്പെടുകയാണ്. ഫുഡ് പ്രിപ്പറേഷനിലും ഈ ഒരു പ്രോബ്ലം നിലനിൽക്കും. അവരുടെ മാനസികാവസ്ഥ, നിങ്ങളുടെ ജീവനക്കാരുടെ മാനസികാവസ്ഥ നിങ്ങളുടെ ജീവനക്കാർ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡിന്റെ ടേസ്റ്റിനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അവരുടെ മാനസികാവസ്ഥ എപ്പോഴും നല്ല രൂപത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ള മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ആളുകളായിട്ട് നിങ്ങൾ ഇവരെ മാറ്റിക്കൊണ്ട് വരണം. ഇവരെ എപ്പോഴും നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ രാവിലെ റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ബ്രീഫിംഗ് നടത്തണം എന്ന് പറയാറുണ്ട്. മോർണിംഗ് മീറ്റിംഗ് എന്ന് മറ്റ് പല ആളുകളും പറയാറുണ്ട്. അപ്പൊ ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവനക്കാരുടെ മാനസികാവസ്ഥ നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. ഇങ്ങനത്തെ പ്രോസസ്സുകളൊന്നും ഭൂരിഭാഗം റെസ്റ്റോറന്റുകളും ചെയ്യുന്നത് കാണാറില്ല. ചില സ്റ്റാർ കാറ്റഗറി റെസ്റ്റോറന്റുകളിൽ പോലും ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് കാണാറില്ല. പിന്നെ നമ്മൾ അത് സജസ്റ്റ് ചെയ്ത് അവരെ കൊണ്ട് അത് ചെയ്യിച്ച് കൊണ്ടുവരാറാണ് പതിവ്. ഇങ്ങനെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ബിസിനസ്സിൽ ഇത്തരത്തിലുള്ള പ്രോസസ്സുകളിലൂടെ നമുക്ക് പോകാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമർക്ക് മികച്ച സർവീസ് കൊടുക്കുന്നതിലേക്കും കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ സർവീസുകളെയും നമ്മുടെ മെനുകളെയും നമ്മുടെ ആംബിയൻസിനെയും നിലനിർത്തുന്നതിനും ഈ ജീവനക്കാർക്ക് കഴിയും. കാരണം ഈ ജീവനക്കാരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവര് എന്ന് പറയുന്നത് അവർക്കൊരു ജോലി മാത്രമാണ് നിങ്ങളുടെ ബിസിനസ്സിലുള്ളത്. എന്നാൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി, ബിസിനസ് ഉടമ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജോലി മാത്രമല്ല, ഇതൊരു സമൂഹത്തോടുള്ള ഒരു വലിയ കടപ്പാട് കൂടിയായിട്ടാണ് നമ്മൾ ഈ റെസ്റ്റോറന്റിനെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് മികച്ച സർവീസ് കൊടുക്കണം എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ്. അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സർവീസിൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം എന്നുള്ളത് നമുക്ക് വളരെ നിർബന്ധമാണ്. അപ്പൊ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൂളുകളാണ് നിങ്ങളുടെ ജീവനക്കാരെന്ന് പറയുന്നത്. അപ്പോൾ ആ ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ട്രെയിൻ ചെയ്ത് അവർക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളാക്കിയിട്ട് നിങ്ങൾ അവരെ മാറ്റിക്കൊണ്ടുവരണം. അങ്ങനെ മാറ്റുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ് നിങ്ങളെ വിശ്വസിക്കുകയും നിങ്ങളിൽ സ്ഥിരമായിട്ടുള്ള നിങ്ങളുടെ ലോയൽ കസ്റ്റമർ ആയിട്ട് മാറുകയുള്ളൂ. താങ്ക് യു.